ഞങ്ങൾ കുറേ നാളായി വിചാരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും കൂടി ഒത്തുകൂടി എവിടെയെങ്കിലും കുറച്ച് കോഴിയൊക്കെ വാങ്ങി ചുടണമെന്നൊക്കെ. പക്ഷേ ഇന്നാണ് അത് നടന്നത്. എല്ലാവരും ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് ചെയ്തു. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ അൽഫാം ചിക്കനാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില, ക്യാപ്സിക്കം, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, നാരങ്ങാനീര്, ചെറിയ ഉള്ളി, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, യോഗട്ട്, ഓയിൽ ഇവയെല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. കാഷ്യൂനട്ട് വേണമെന്നുള്ളവർക്ക് അതും കൂടി ചേർക്കാവുന്നതാണ്. നല്ല ഗ്രീൻ കളറിലുള്ളൊരു മസാല പേസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ഈ മസാലയൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഞങ്ങൾ 2 കോഴിയാണ് വാങ്ങിയത്. ഒരു കോഴിയെ 4 പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കട്ട് ചെയ്ത പീസൊന്ന് നന്നായി വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ മസാല പിടിക്കുന്നതിലാണ് ഈ ചിക്കൻ്റെ ടേസ്റ്റ് വരുന്നത്. ഓരോ ചിക്കൻ എടുത്തിട്ടും നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. മസാല നന്നായി തേച്ച് കഴിഞ്ഞതിന് ശേഷം കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഒരു 3-4 മണിക്കൂറൊക്കെ ഇരിക്കുവാണെങ്കിൽ മസാല നന്നായി പിടിച്ച് ചിക്കന് നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ്. ഇനി നമുക്ക് അടുപ്പ് കൂട്ടി തീ കത്തിക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം. ശരിക്കും ഏറ്റവും ടാസ്ക് ഈ തീ ഒന്ന് കത്തി കിട്ടുന്നതായിരുന്നു. അവസാനം തീ ഒന്ന് കത്തി വന്നപ്പോൾ ഞങ്ങൾ അതിലേക്ക് ചാർക്കോളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ എടുത്തു. ചിക്കൻ നന്നായി മസാല പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഓയിലൊക്കെ തേച്ച് കൊടുത്തു. നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ടെടുത്തു അതിലേക്ക് വെച്ച് കൊടുത്തു. 3 ചിക്കൻ മാത്രമേ ഒരു സമയം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് ചൂട് വരുന്നുണ്ട്. അടുത്ത് നിൽക്കാൻ നല്ല പാടാണ്. നല്ല ചൂടടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഗ്രീൻ കളറിൽ കാണാനായിട്ടുണ്ട്. ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ഓയിൽ ബ്രഷ് കൊണ്ട് ഇങ്ങനെ തടകി കൊടുക്കണം. ഗ്രീൻ അൽഫാം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചുവന്ന മുളക് പൊടി ചേർക്കാറില്ല. നമ്മൾ എടുത്തിരിക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഓരോരുത്തർക്കും വേണ്ടുന്ന എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞങ്ങളൊരു 7-8 പച്ചമുളക് അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഷെഫിനെ കാണണ്ടേ. ഞങ്ങളുടെ മെയിൻ ഷെഫാണ് ഇവിടെ ഇരുന്ന് വീശി കൊടുക്കുന്നത്. ഇപ്പം നല്ല ചൂടടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത് നിൽക്കാൻ തന്നെ പാടാണ്. മാത്രമല്ല റെസ്റ്റോറൻറ്റിലൊക്കെ ഷവായി ഷവർമയൊക്കെ ഉണ്ടാക്കുമ്പോൾ വരുന്ന ഒരു മണമുണ്ടല്ലോ, ഒരു നല്ലൊരു സ്മെല്ല് വരാനും തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും കുറച്ച് സമയം പിടിക്കുന്ന പരിപാടി തന്നെയാണ്. ഫൈനലി നമ്മുടെ ഗ്രീൻ അൽഫാം ഇങ്ങനെ നന്നായി വെന്ത് വരികയാണ്. അകമൊക്കെ നന്നായി വെന്ത് നോക്കി. ഞങ്ങൾ കുത്തി നോക്കിയപ്പോൾ ഇവനിങ്ങനെ ഇരുന്ന് വീശിയത് കൊണ്ട് ചിക്കൻ ഉണ്ടാക്കിയതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അവൻ കൊണ്ടുപോയി. ഫൈനലി നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞങ്ങൾ വേറെ പാത്രത്തിലേക്ക് എടുത്തു. ഞങ്ങളെല്ലാവരും കൂടി ഇലയൊക്കെ വെട്ടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് സിറ്റൗട്ടിലിരുന്ന് കഴിക്കാമെന്ന് തീരുമാനിച്ചു. കുറച്ച് സവാള, കുക്കുംബർ, ക്യാപ്സിക്കം ഒക്കെ അരിഞ്ഞു, ക്യാരറ്റൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു മന്തി, കുബൂസൊക്കെ. അത് വന്നു. നൂൽ പൊറോട്ടയും ഉണ്ടായിരുന്നു.